ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എന്നെ അലോസരപ്പെടുത്തുന്ന ഒരു ചിന്തയുണ്ട്. ഏയ് അരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനും തടയാനും ഒരു സമാധാന ദൂതൻ അവിടെ ഉണ്ടായില്ലല്ലോ എന്നാണ് എൻ്റെ ഖേദം. 2 ദിവസം മുൻപ് ഒരു വാർത്ത കേട്ടപ്പോൾ കേരള പോലീസിനെ ചേർത്ത് പിടിച്ചൊരു സ്പെഷ്യൽ സല്യൂട്ട് കൊടുക്കാൻ തോന്നി. കൊച്ചിയിലെ സെസ്സിൽ നിന്ന്, സെസ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്നാണ്. കൊച്ചിയിലെ സെസ്സിൽ നിന്ന് 17 പവൻ സ്വർണം മോഷ്ടിച്ച് മുങ്ങിയ 3 പ്രതികളിൽ ഒരാളെ ആൻഡമാനിലെ കൊടും കാട്ടിൽ നിന്നും 2 പേരെ ബംഗാളിലെ 2 സ്ഥലങ്ങളിൽ നിന്നുമായി കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പ്രതികൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക, ഒത്തിരി കടമ്പകൾ കടന്ന് അവിടെ എത്തി അവരെ കൊത്തിയെടുത്ത് പറക്കുക, സ്വർണം കണ്ടെടുക്കുക, ഇതൊക്കെ അതിസാഹസിക ദൗത്യങ്ങളാണ്. അതിനെങ്ങനെ സല്യൂട്ട് കൊടുക്കാതിരിക്കുന്നു? അന്വേഷണത്തിലെ ഒളിച്ചുകളിയും ക്രൂരമായ കസ്റ്റഡി മർദ്ദനവും കൊലയും ഉൾപ്പെടെ കേരള പോലീസിന്റെ അനേകം വീഴ്ചകളെ കുറിച്ച് ഞാൻ ഒട്ടേറെ എഴുതുകയും ചില വീഡിയോകളിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം, ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം, തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊല, രാജൻ കൊലക്കേസ്, താനൂരിലെ താജുദ്ദീന്റെ കസ്റ്റഡി പീഡനം എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത കേസുകൾ പോലീസിന് കളങ്കമായി നിൽക്കുമ്പോഴും പ്രത്യേക സല്യൂട്ട് കൊടുക്കേണ്ട ഇത്തരം പ്രകടനങ്ങളും അവർ കാഴ്ചവെക്കാറുണ്ട്. 17 പവൻ സ്വർണത്തിന് 18 ലക്ഷം രൂപ വിലയെന്ന് കണക്കാക്കാം. അത് വീണ്ടെടുക്കാനുള്ള ഓട്ടത്തിന് 2 ലക്ഷം രൂപയെങ്കിലും ചെലവായിട്ടുണ്ടാവും. എന്നാലെന്ത്, പോലീസിന് അഭിമാനിക്കാൻ വകയുള്ള ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു അത്. ഇന്നിതാ മറ്റൊരു വാർത്തയും ജനങ്ങൾ രാജ്യമാകെ ആഘോഷമാക്കുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ നിലനിൽപ്പാണ് ആ സന്തോഷത്തിന് കാരണം. വിലങ്ങിട്ട് കുറ്റവാളികളെ കോടതിയിലും ജയിലിലുമൊക്കെ കൊണ്ടുപോകുന്ന പണി പോലീസിൻ്റെതാണെങ്കിലും കയ്യിൽ വിലങ്ങുമായി 9 പോലീസുകാർ മുഖം കുനിച്ച് മധുരയിലെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യം കണ്ട് ഇത്തിരിയെങ്കിലും മനം കുളിർക്കാത്തവരുണ്ടാകില്ല. സാത്താൻകുളം സ്റ്റേഷനിലെ 9 പോലീസുകാർ 2020 ജൂൺ 19 ജയരാജ് എന്ന മൊബൈൽ കട ഉടമയെയും അദ്ദേഹത്തിന്റെ മകൻ ബെന്നിക്സിനെയും കസ്റ്റഡിയിലെടുത്ത് രാവും പകലും മർദ്ദിച്ച് അവരെ കൊന്നുകളഞ്ഞു സാത്താൻകുളം പോലീസ്. 9 പോലീസുകാർക്ക് മധുര കോടതി വധശിക്ഷ വിധിച്ചു എന്നറിഞ്ഞ് ജനം സന്തോഷിക്കുകയാണ്. വാസ്തവത്തിൽ ആരുടെയും മരണത്തിൽ ആരും സന്തോഷിക്കാൻ പാടില്ല എന്നാണ് സാമാന്യ മര്യാദ നിയമം. കാരണം അത് എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതാണ്. എങ്കിലും ചിലപ്പോൾ അത് കുറച്ചു പേർക്കെങ്കിലും സന്തോഷത്തിന് കാരണമാകുന്നത് നീതിയുടെ സ്വാഭാവികമായ പരിണാമം എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു ജില്ലാ ഭരണകൂടം ഒരു പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. തമിഴ്നാട് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് 2020 ജൂണിൽ തൂത്തുക്കുടി ജില്ലയിലെ സാത്താൻകുളം പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഉത്തരവിറക്കി. എന്തായിരുന്നു ഈ അറസ്റ്റിന്റെയും മർദ്ദനത്തിന്റെയും കൊലയുടെയും കാരണം? 7:30 കടകൾ അടയ്ക്കണമെന്ന ലോക്ക്ഡൌൺ ചട്ടം പാലിച്ചില്ല എന്നതായിരുന്നു കാരണം. ജയരാജ് എന്ന കടയുടമയെ 7:35 സാത്താൻകുളം പോലീസ് പൊക്കി വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നത്. കടയടയ്ക്കാൻ 5 മിനിറ്റ് വൈകി എന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റങ്ങളിൽ പെടും പോലും. അല്പം കഴിഞ്ഞ് വിവരം കിട്ടിയ മകൻ ബെന്നിക്സ് ഏതാനും വക്കീൽ സുഹൃത്തുക്കൾക്കൊപ്പം സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അച്ഛനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്ത ബെന്നിക്സിനെയും സാത്താന്മാർ അകത്താക്കുകയാണ്. വക്കീലന്മാർ പുറത്ത്. ആർക്കും പ്രവേശനമില്ലാത്ത വിധം പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് പൂട്ടി. പുലർച്ചെ 3 മണിക്ക് ജയരാജനെയും മകൻ ബെന്നിക്സിനെയും അതിഗുരുതരാവസ്ഥയിൽ കൂട്ടുകാർ ഏറ്റുവാങ്ങി ആശുപത്രിയിൽ എത്തിക്കുന്നു. അതിനിടെ കടുത്ത രക്തസ്രാവം മൂലം 6 വട്ടം ലുങ്കികൾ മാറ്റി എന്ന് കൂട്ടുകാർ സാക്ഷ്യപ്പെടുത്തി. ജൂൺ 21 വൈകുന്നേരം അച്ഛനും പിറ്റേന്ന് മകനും മരിക്കുന്നു. തമിഴ്നാട് ഇളകി മറിഞ്ഞു. രാജ്യവ്യാപകമായി പ്രതിഷേധ തിരകൾ ആഞ്ഞടിച്ചു. വൈകിട്ട് 7:45 മുതൽ പുലർച്ചെ 3 വരെ 15ഓളം ചെകുത്താന്മാർ 2 നിരപരാധികളുടെ മേൽ നടത്തിയ താണ്ഡവം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കും. ഇടിച്ചും ചവിട്ടിയും കുത്തിയും തല്ലിയും അവശരാക്കിയിട്ട് കാലും കൈയും കൂട്ടിക്കെട്ടി ഉത്തരത്തിൽ കെട്ടിത്തൂക്കി ഇരുമ്പ് കമ്പി ശരീരദ്വാരങ്ങളിലൂടെ കുത്തിക്കയറ്റി എന്നൊക്കെ പറയുമ്പോൾ നെഞ്ചിന് കനം വെക്കുന്നു. അതിനു മുൻപേ അവരെ ലൈംഗിക പീഡനത്തിനും ഇരയാക്കി എന്നാണ് റിപ്പോർട്ട്. ഒരു സ്റ്റേഷനിലെ കുറച്ച് പോലീസുകാർ ഒറ്റ ദിവസം കൊണ്ട് തങ്ങളുടെ നാടിന്റെ പേര് സാത്താൻകുളം എന്ന പേര് അന്വർത്ഥമാക്കി ചരിത്രത്തിൽ എഴുതി ചേർത്തു. കോവിഡ് സമയപരിധി കഴിഞ്ഞു കട തുറന്നു വെച്ചു എന്ന തീരെ നിസ്സാര കുറ്റത്തിനാണ് ഈ സംഭവമെല്ലാം. കടയടച്ചിട്ട് വീട്ടിൽ പോടെ എന്ന് കനപ്പിച്ച് പറഞ്ഞാൽ തീരാവുന്ന കാര്യമായിരുന്നു. പക്ഷേ അതിക്രൂര കൊലയിൽ അവസാനിച്ചു അത്. ആർത്തിരമ്പിയ ജനരോഷത്തിന്റെ ഫലമായി 10 പോലീസുകാർക്കെതിരെ കേസെടുത്തു. 6 വർഷമായപ്പോൾ
തികച്ചും നീതിയുക്തമായ വിധി എഴുതിയ ജഡ്ജി മുത്തുകുമാരനെ രാജ്യം ഇപ്പോൾ അഭിനന്ദിക്കുകയാണ്. പോലീസുകാരുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായ അവരെ പിറ്റേന്ന് കോവിൽപ്പട്ടി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. ജീവപര്യന്തം ശിക്ഷ കൊടുത്താൽ പോരാ, അതിലൊന്നും പോലീസുകാർക്ക് ഭയമില്ലെന്നും അവർ കൂടുതൽ കുറ്റങ്ങൾ ചെയ്യുമെന്നും ഫസ്റ്റ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി മുത്തുകുമാരൻ പറഞ്ഞു. ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ കേസിലെ പോലീസുകാർക്ക് ചുമത്തുന്ന ശിക്ഷ കർശനമാക്കണം. കേസിൽ ശിക്ഷിക്കപ്പെട്ട 9 പോലീസുകാരും കുറ്റത്തിൽ ഒരുപോലെ പങ്കാളികളാണ്, ജഡ്ജി പറഞ്ഞു. കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒന്നാണെന്ന് വിലയിരുത്തിയാണ് അദ്ദേഹം 9 പോലീസുകാർക്കും വധശിക്ഷ വിധിച്ചത്. വിധിയിൽ ഒപ്പിട്ട ശേഷം ജഡ്ജി മുത്തുകുമാരൻ തന്റെ പേനയുടെ നിബ് കുത്തിയൊടിച്ചു. ഇവരിൽ നിന്ന് 1,40,00,000 രൂപ പിഴ ഈടാക്കാനും ജഡ്ജി വിധിച്ചു. 10ാം പ്രതി ഇൻസ്പെക്ടർ പാൽ ദുരെ അറസ്റ്റിലായിരുന്നെങ്കിലും ഈ സംഭവത്തിന് ശേഷം 2 മാസം തികയും മുമ്പ് ഓഗസ്റ്റിൽ അയാൾ കോവിഡ് ബാധിച്ച് മരിച്ചു. മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് PN പ്രകാശാണ് അന്ന് ഈ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ ഉത്തരവിട്ടത്. ജഡ്ജി മുത്തുകുമാരൻ പറഞ്ഞു, ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ സംഭവത്തെ സംബന്ധിച്ച സത്യവും ഇരുവരുടെയും മൃതദേഹങ്ങൾക്കൊപ്പം കുഴിച്ചു മൂടപ്പെടുമായിരുന്നു. അധികാരമുള്ളിടത്ത് ഉത്തരവാദിത്വമുണ്ടായിരിക്കണം. സംഭവം മനുഷ്യാവകാശത്തിന് മേലുള്ള കടന്നാക്രമണമാണ് എന്നും ജഡ്ജി നിരീക്ഷിച്ചു. സർക്കാർ ശമ്പളം വാങ്ങുന്ന വിദ്യാസമ്പന്നരായ പോലീസുകാരാണ് കസ്റ്റഡി മരണത്തിന് പിന്നിലെന്ന് ജഡ്ജി എഴുതി വെച്ചു. പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ അത് വേലി തന്നെ വിളവ് തിന്നുന്നതിന് തുല്യമാണ്. ജയരാജനെയും ബെന്നിക്സിനെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട മജിസ്ട്രേറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ഡ്യൂട്ടി ഡോക്ടറും ജയിലറും തങ്ങളുടെ കർത്തവ്യത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും അത് ദുരന്തത്തിന് കാരണമായെന്നും തമിഴ്നാട് മുതിർന്ന അഭിഭാഷകരുടെ കൂട്ടായ്മയുടെ പ്രമേയത്തിൽ പറഞ്ഞു. എന്താണ് പോലീസ് ഇങ്ങനെയാകുന്നത്? ഈ കാക്കിക്കുപ്പായം ദേഹത്ത് കയറുന്നതോടെ ചെകുത്താനും ആവേശിക്കുമോ? പോലീസ് എന്ന പദം POLICE പബ്ലിക് ഓഫീസർ ഫോർ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ക്രിമിനൽ എമർജൻസീസ്. ആരെയും മർദ്ദിക്കാൻ പോലീസിന് അധികാരമില്ല. പോലീസുകാർക്കോ മറ്റാർക്കെങ്കിലുമോ ജീവന് ഭീഷണിയാകും വിധം ആരെങ്കിലും അക്രമാസക്തരായാൽ അവരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കാനും മറ്റുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാനും പോലീസിന് അധികാരവും ഉത്തരവാദിത്വവുമുണ്ട്. തൊടുപുഴയിൽ യൂണിയൻ ബാങ്ക് മാനേജറായിരുന്ന പേഴ്സി ജോസഫിനെ പോലീസ് മർദ്ദിച്ചതിനെ പറ്റി ADGP ശ്രീലേഖ പറഞ്ഞത് ഇങ്ങനെയാണ്: അയാൾ ഒച്ച വെച്ച് സംസാരിച്ചപ്പോൾ നിശാന്തിന് ഒരു ഒറ്റ അടിവെച്ചു കൊടുത്തു. ഇങ്ങനെ ആവശ്യമില്ലാതെ ഉറക്കെ സംസാരിച്ചത് കൊണ്ട് കൈപൊക്കി ഒരൊറ്റ സ്ലാപ്പ് അയാളുടെ കണ്ണക്കുറ്റിക്ക് കൊടുത്തു. അത് ജനം ഓർക്കുന്നുണ്ടാവും. നിശാന്തിനെ പോലെ ഒരു കൊച്ചു പെണ്ണിന് അവളുടെ അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ തല്ലാൻ തോന്നിയതിന്റെ കാരണം ഇതാണ്: ഇട്ടിരിക്കുന്ന കാക്കി കുപ്പായത്തിന്റെ ഗർവ്. ഇതിട്ടാൽ ആരെയും എന്തും ചെയ്യാം എന്നൊരു അഹംബോധം, ആരും ചോദിക്കാനില്ല എന്നൊരു മിഥ്യാധാരണ താനെ ഉടലെടുക്കുകയാണ്. യൂണിഫോം നൽകുന്ന ഗർവ്, ഔദ്ധത്യം, മുൻവിധി, അഹങ്കാരം എന്നിവ കൈവടിഞ്ഞ് വിവേകവും സമചിത്തതയും പുലർത്താൻ പ്രത്യേക പരിശീലനം കൊടുക്കാൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പോലീസിൽ വിവിധ റാങ്കുകളിൽപ്പെട്ട അനേകം പേർ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. നല്ല മനുഷ്യരാണവർ. നല്ല ജനസേവകരും ഉപകാരികളുമാണ്. മൃദുവായ പെരുമാറ്റം, ദൃഢമായ പ്രവർത്തനം എന്ന് അർത്ഥമാക്കുന്ന മൃദുഭാവേ ദൃഢകൃത്യേ എന്ന കേരള പോലീസ് സേനയുടെ ആപ്തവാക്യത്തിന് പോലീസുകാർ കളങ്കം വരുത്തരുത്. നമ്മുടെ പോലീസ് സേന ആകെ കുറ്റവാളികളും കഠിനഹൃദയരും പിടിപ്പുകെട്ടവരുമാണ് എന്നല്ല പറയുന്നത്. വേണമെന്ന് വെച്ചാൽ ഏത് പ്രതിയെയും പിടികൂടാനും ഏത് കേസും തെളിയിക്കാനുമുള്ള ശേഷി നമ്മുടെ പോലീസിനുണ്ട്. സ്കോട്ട്ലൻഡ് യാർഡിനെ പോലും വെല്ലുന്ന മികവ് കേരള പോലീസ് പലപ്പോഴും തെളിയിച്ചിട്ടുമുണ്ട്. എങ്കിലും ഒരിടമാകെ നാറ്റിക്കാനും ഒരു കൊട്ട പഴം കേടാക്കാനും ഒത്തിരി അഴുക്കൊന്നും വേണ്ടല്ലോ. പൊതുവായി പറയട്ടെ, പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങൾ ജനങ്ങളുടെ പീഡകരല്ല, ജനങ്ങളുടെ സേവകരാണ് എന്നൊരു ബോധ്യം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. തൂക്കുമരം വിധിക്കപ്പെട്ട ഈ 9 പോലീസുകാരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുമോ? അപ്പീലും പുനർവിധിയുമൊക്കെയായി കേസും ഈ വിധി നടപ്പാക്കലും അനന്തമായി നീണ്ടുപോയേക്കാം. ഇതൊരിക്കലും നടപ്പായില്ലെന്നും വരാം. പക്ഷേ അവർ ഇപ്പോഴേ വിധി അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൽ സംശയമില്ല. തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഒരു കയർ ഇനി എന്നും അവരുടെ ഉറക്കം കെടുത്തും. അതൊരു നീർന്ന ശിക്ഷയാണ്. അവരുടെ കുടുംബങ്ങൾക്ക് അവരെ നഷ്ടമായി കഴിഞ്ഞു, അവർക്ക് കുടുംബത്തെയും. ഇതെല്ലാം അനുബന്ധ ശിക്ഷകളാണ്. ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അവരുടെ മനസാക്ഷി അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുമോ? ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എന്നെ അലോസരപ്പെടുത്തുന്ന ഒരു ചിന്തയുണ്ട്. അരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനും തടയാനും ഒരു സമാധാന ദൂതൻ അവിടെ ഉണ്ടായില്ലല്ലോ
എയർഫോഴ്സിലും കസ്റ്റംസിലുമായി ഞാൻ 36 വർഷം യൂണിഫോം ഇട്ടു. എങ്കിലും എനിക്ക് ജോലിയുടെ ഭാഗമായി ഒരാളെ പോലും തല്ലേണ്ടി വന്നിട്ടില്ല. എൻ്റെ സഹപ്രവർത്തകരിൽ ചിലർക്ക് സ്വയരക്ഷയ്ക്കായി അക്രമികളെ ചെറുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നല്ലാതെ കേസ് തെളിയിക്കാൻ അവർക്ക് പീഡിപ്പിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുകൂടി ചേർത്ത് വെക്കട്ടെ. നന്ദി.